കണ്ണൂർന്നേ. ഓ എന്റെ ടാഗ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുവാണല്ലോ. ഇന്നിപ്പോ 19-ാം തീയതിയാണ്. ഞാനപ്പോൾ നമ്മുടെ റൂമിൽ ഒരു മൂലയ്ക്ക് ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അടുത്ത് 2-3 ഗിഫ്റ്റുകളൊക്കെ വെച്ച് ഒന്ന് ലൈറ്റ് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനുമ്പോൾ നമ്മുടെ റൂമാകെ അലങ്കോലപ്പെട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ നീറ്റാക്കിയൊക്കെ കൊണ്ടുവന്ന് അവസാനം നമ്മുടെ ട്രീ ഇങ്ങോട്ട് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ടാലോ, ബാ. നമുക്കങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചേച്ചിമോനെയും കുഞ്ഞിപ്പെണ്ണിനെയും ആ ടോയ്സ് ഒക്കെ ഒന്ന് അവിടെ മാറ്റണം, ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഷൂ റാക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ അലമാരും ഉള്ള സാധനങ്ങൾ അത് അവിടെ നിന്ന് മാറ്റണം. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പരിപാടി. ചട്ടപ്പटे പരിപാടി നമുക്ക് തുടങ്ങാം. ഇതിനൊക്കെ അശോകന് ക്ഷീണം വേണ്ട, നേറ്റോ അതൊക്കെ നമുക്ക് കളയാപ്പോ. എന്റെ മന്ത്രോടി വെച്ച എന്റെ കൊട്ട അത് നമ്മുടെ മക്കള് വലിച്ചെറിയണതായിരിക്കും. നോക്കാം. പിന്നെന്തൊക്കെയുള്ള അവിടെ വേറെ പേപ്പർ വയ്ക്കാം. അതവിടെ ഇരുന്നോട്ടെ, രൂപ അവിടെ ഇരുന്നുണ്ട്, തുടച്ചു വെച്ചാൽ മതി. What is that? Oh my god. അതായിരുന്നത്. അതിന്റെ ബാലൻസ് ഉള്ള സാധനമൊക്കെ ഉണ്ടോ അവിടെ? ബാക്കിയൊക്കെ എവിടെ പോയാവോ? കൊട്ടയെടുക്കടോ എന്റെ കൊട്ട. അതൊരു കവറിലേക്ക് ആക്കി മാറ്റി വയ്ക്കാന്. ചച്ചുമാന്റെ കൊറേ നാളത്തെ ആഗ്രഹമാണ് അലമാരുടെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത്. എന്തോരം കോയിൻസാ ഇതൊക്കെ. എന്റെ ലെൻസ് ആൻഡ് ഫ്രെയിംസിന്റെ സമ്പാദ്യാണ്. എനിക്ക് വയ്യ. എന്താണ് സാനിറ്റൈസർ? ഇതിപ്പോ നിറയോ? കൊടുക്ക നിറയോ ഇപ്പൊ? ഇത് മറ്റേതും ലെൻസ് ആൻഡ് ഫ്രെയിംസ് തന്നെയായിരുന്നു. ഇല്ല, അത് ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഓ എന്റെ ടാഗ്. അതിന് പണ്ടത്തെ ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ട്. സൂപ്പർ. എന്താ കുപ്പി? 7Up. ബില്ല. പെരിഞ്ചീരകം പാക്കറ്റ്. പിന്നെ ഞാനുണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. കാരണം ഞാൻ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച സാധനം എനിക്ക് തിരിച്ചു കിട്ടി ഗൈസ്. ഞങ്ങളുടെ സേവ് ദ ഡേറ്റിന് ഇച്ചാൻ എൻ്റെ കയ്യിലിട്ടത് റിങ്ങാണത്. കണ്ടമേ. അപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇച്ചാ ആ റിങ് കാണാനില്ല, അത് പോയിന്ന് തോന്നുന്നു. അപ്പം ഇച്ചാ എനിക്ക് വേറൊരു റിങ് വാങ്ങിച്ചു തന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ പറയാൻ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇതിപ്പം ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര വണ്ടടിച്ചു പോകും. വരുമോ? ബാ കണ്ണടക്കി. കണ്ണൂർന്നേ. യെസ്, കണ്ട് കിട്ടി ചായ. അതെന്ത് സ്വഭാവം ഇപ്പൊ ചായ കാണിക്കണത്? എന്റെ കൈ മിട്ടുന്ന സാധനല്ലേ? ചതി. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു.
എടി അതെന്റെ കിട്ടും എനിക്ക് മനസ്സിലായ സാധനം തന്നെയത്. ക്ലീനിങ് പരിപാടി അങ്ങനെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. എന്തെയും ഞാൻ ഈ ക്ലീനിങ് നിൽക്കാതെ ഇന്ന് ആരും വിചാരിക്കണ്ട. കാരണം എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പരിപാടിക്ക് നിൽക്കാത്തത്. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ഇച്ചാനും കൂടി തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇനി ഒട്ടും വൈകിക്കണ്ട, നമ്മുടെ കലാപരിപാടി നമുക്ക് ആരംഭിക്കാം കേട്ടോ. അപ്പം ഇച്ചാൻ എനിക്ക് കുഞ്ഞൊരു ഡൈ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ട്രീയുടെ. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ ചുമ്മാ ഈ സംഭവം ഒന്ന് ചുറ്റൽ മാത്രമേ എൻ്റെ പണിയുള്ളൂ. നല്ല വലിയ ഭാരപ്പെട്ട പണിയൊക്കെ ഇച്ചാൻ ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ ചെയ്ത് എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. എല്ലാം ഇച്ചാനാ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പരിപാടിയും വളരെ എളുപ്പമായിട്ട് തോന്നി. കാരണം ഭാരപ്പെട്ട പണിയൊന്നും നമുക്ക് ഉണ്ടായിരുന്നിട്ടില്ലല്ലോ. ഇതിങ്ങനെ ചുറ്റാന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് തികഞ്ഞില്ല. നമുക്ക് ലാസ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു ചെയിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് അങ്ങനെ തന്നെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ബോക്സ് വെക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ ഗിഫ്റ്റ് ബോക്സ് വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഓർമ്മയിൽ വന്നതുകൊണ്ട് പിന്നെ നമുക്കിനി വേറെ മാല വാങ്ങാനൊന്നും ഞാൻ നിന്നൊന്നുമില്ല. അതിൻ്റെ ആദ്യമേ നമ്മൾ മാല ബൾബൊക്കെ ഇട്ടു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് മാല ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും. വളരെ നിസ്സാരം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് ബെൽസും പിന്നെ കുറച്ച് വൈറ്റ് ബോൾസും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു സാൻഡാനി. അങ്ങനെ അതൊക്കെ ഞാനിങ്ങനെ വേഗം നിന്നിട്ട് സംഭവമൊക്കെ വേഗം സെറ്റാക്കി. കാരണം നമ്മൾ കുഞ്ഞിപ്പേണ്ണ അപ്പുറത്ത് കിടന്ന് ഉറങ്ങായിരുന്നു. അവൾ ഏറ്റി വരണേക്ക് മുമ്പ് ഇതൊക്കെ ചെയ്തില്ല എന്നാണെങ്കിൽ ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അവൾ സമ്മതിക്കില്ല. എല്ലാം കൂടി അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കോളാക്കി കൈ തരും. പിന്നെ നമ്മൾ റീത്തിന് വേണ്ടി വാങ്ങിച്ചാൽ ഒരു പൂ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെറുതെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ട്രീയുടെ സെൻറ്ററിൽ അങ്ങോട്ട് വെച്ചു. പക്ഷെ അത് വെച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സത്യത്തിൽ നമ്മൾ ഈ ട്രീയുടെ ഈ ഒരു ഡെക്കറേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഒരു 3-4 ദിവസം എടുത്തിട്ട് ചെയ്ത സംഭവമാണ്. അതായത് ക്ലീനിങ് ഒരു ദിവസം, ട്രീ സെറ്റ് ചെയ്തത് വേറൊരു ദിവസം, പിന്നെ ട്രീയുടെ അടിയിലുള്ള നമ്മൾ ആ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തത് അങ്ങനെ വേറൊരു ദിവസം, അങ്ങനെ വേറെ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ മൊത്തത്തിൽ വീട് നമ്മൾ സെറ്റാക്കി. ട്രീയുടെ പണി ഓൾമോസ്റ്റ് കഴിയാറായപ്പോഴത്തേക്കും ഇവിടെ കുഞ്ഞിപ്പേണ്ട എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അവിടെ എഴുന്നേറ്റപ്പോൾ തന്നെ ബുക്കും പാനൊക്കെ എടുത്തുള്ള കളിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞിപ്പേടിനെ ട്രീ ലൈറ്റ് ഇട്ടൊന്ന് കാണിച്ചു കൊടുത്തു. കുഞ്ഞൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് കാണിച്ചപ്പം സംഭവം ആൾ വണ്ടടിച്ചു. പക്ഷെ ആ എക്സ്പ്രഷൻ മുഖത്തിട്ടത് ഭയങ്കര ഒരു രസമായിട്ട് എനിക്ക് തോന്നി. അമ്മ ഇതൊക്കെ ഇപ്പോഴാണ് ചെയ്യണേ, ഞാൻ അതൊക്കെ പണ്ടേ ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇതിലിപ്പോൾ എന്തിട്ട് മാത്രം പുതുമയുള്ളേ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഓൾറെഡി നോട്ടം കണ്ടപ്പോൾ. ഒന്ന് ചിരിക്കടി കുഞ്ഞി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ചിരി ആൾ പാസ്സാക്കിയത്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ ദിവസമായിട്ടാണ് ഞാൻ ഈ പരിപാടി ഷൂട്ട് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇനി ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള സംഭവം എന്താ ഇങ്ങനെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അവിടെ സൈഡിൽ റീത്തും കൂടി വെച്ചപ്പം എനിക്ക് തോന്നി കുറേയും കൂടി സൂപ്പറായെന്ന് തോന്നി. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനപ്പോൾ ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇനി പറയാൻ പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവർ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണൊക്കെ ഞെക്കണം കേട്ടോ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മൾ അയക്കുന്ന നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.